ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുരുമുളകിട്ട് ലിവർ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഈ ലിവർ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വിസിലിനെ വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ലിവർ ഫ്രൈക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുവാണ്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ തേങ്ങയാണ്. ഇനി നമ്മളിതിലേക്ക് എരിവിനാവശ്യമായ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി ആവശ്യമായ വേപ്പില കൂടെ ചേർത്ത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സവാള അരിഞ്ഞതാണ്. സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ 1 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ ഒരു 1/2 സ്പൂൺ മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലിവർ ചേർത്തതിന് ശേഷം മസാല എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ലിവറും മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കുക്കാവാനായിട്ട് വെക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിലൊന്നും പറ്റി കരിയാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. മാത്രമല്ല ഇതിൽ ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടെ കുരുമുളക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിവർ ഫ്രൈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.